മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മിസ്സിൻ്റെ പേര് ബ്രിജീത്ത എന്നാണ്. മിസ് നിങ്ങളെ പുതിയതായിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിപ്പിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കൊമേഴ്സ് എടുത്തിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്കറിയാം, കൊമേഴ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഓർ സബ്ജക്റ്റ് ആണ് അല്ലേ? കൊമേഴ്സ് വിത്ത് മാത്സും ഉണ്ട്, കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഉണ്ട്. അപ്പം നമ്മളിവിടെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കമ്പ്യൂട്ടർ അല്ലേ ഭയങ്കര പാടായിരിക്കും, അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് വെരി ഈസി. ഒട്ടും പാടില്ലാത്തൊരു സബ്ജക്റ്റ് തന്നെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വളരെ കുറച്ച് നമ്മളൊന്ന് എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2ലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾക്കറിയാം, 10ാം ക്ലാസ് വരെ നമ്മൾ കണ്ടൊരു സാധനമല്ല +1 +2ലേക്ക് നമ്മൾ കൊമേഴ്സ് എടുത്ത് വരുമ്പോൾ കാണുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുമ്പോഴും നമ്മൾ കാണുന്നത്. നമ്മൾ 10 പഠിച്ച IT അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വരരുത്. ഒരിക്കലും അതുമായിട്ട് റിലേറ്റഡ് അല്ല നമ്മൾ +1 +2ൽ കാണാൻ വേണ്ടി പോകുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത് ഭയങ്കര പാഠമായിട്ടുള്ള കാര്യമേ ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് +1ലും +2ലുമായിട്ട് എങ്ങനെയാണ് ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് പറയാം. +1ൽ നമുക്ക് മൊത്തം 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, +1ൽ നമുക്ക് മൊത്തം 10 ചാപ്റ്റേഴ്സും +2ൽ നമുക്ക് ഫുള്ളായിട്ട് 11 ചാപ്റ്റേഴ്സുമാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളത്. ഓക്കെ, ഇനി +1ലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ +1ൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ബേസിക്സ് മാത്രമാണ്. ബേസിക്സും അതുപോലെ തന്നെ പ്രോഗ്രാമിങ്ങിലേക്കൊക്കെയുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഈസി. നമുക്കറിയാം, ഭയങ്കര എളുപ്പമാണ് കേട്ടോ +1ലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ ബേസിക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഇച്ചിരി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100ൽ 100 മാർക്സും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ ഓർത്ത് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. അത് നമുക്ക് ഉറപ്പായിട്ടും അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ +2ൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ +1ൽ പഠിച്ച ബേസിക്സിൻ്റെ ബാക്കിയാണ് നമ്മൾ +2ൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ +1ൻ്റെ കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം നമുക്ക് ഓൾറെഡി ബേസിക്സ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് +2 നന്നായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ആരും ഇനിയും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വളരെ നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മിസ്സും ഉണ്ടായിരിക്കും.